ഹായ്, നിങ്ങൾക്ക് അടുത്ത മോണ്ടൽസ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ള തിയറാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ഫാമിലി എഫ് ഇൻ എച്ച് ഓഫ് ജി ഈസ് നോർമൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ലോക്കലി ബൗണ്ടഡ്. നമ്മളോട് പറയുന്നത് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഫ് ഈസ് സബ്സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ സി ഓഫ് ജി ഒമേഗ ആൻഡ് എച്ച് ഓഫ് ജി ഈസ് ദി ഫംഗ്ഷൻ ഓഫ് എച്ച് ഓഫ് ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അനലറ്റിക് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് എച്ച് ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എച്ച് ഓഫ് ജി ഈസ് എ കളക്ഷൻ ഓഫ് അനലറ്റിക് ഫംഗ്ഷൻ. നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? അതിന് ഒരു സബ് സീക്വൻസ് ഉണ്ട്. ആ സബ് സീക്വൻസ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. എഫ് എന്തായിരിക്കും? എഫ് എലമെൻറ്റ് ഓഫ് സി ഓഫ് ജി ഒമേഗ ആയിരിക്കും. അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫാമിലി എഫ് ഇൻ എച്ച് ഓഫ് ജി അനലറ്റിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു എഫിൻ്റെ കളക്ഷൻസ്, എഫിൻ്റെ ഫാമിലി നോർമൽ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി എഫ് ഈസ് ലോക്കലി ബൗണ്ടഡ്. എഫ് ലോക്കലി ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ലോക്കലി ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിനേക്കാളും ചെറുതാണെങ്കിൽ അതിൻ്റെ സുപ്രീമം ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിനേക്കാളും ചെറുതായിരിക്കും എന്നുള്ള ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലും മതി. അതായത് സുപ്രീമം ലോക്കലി ബൗണ്ടഡ് ആണെങ്കിൽ ഈച്ച് പോയിന്റ് എ ഇൻ ജി ദർ ഇസ് എ ഡിസ്കൗണ്ട് വിച്ച് ഇസ് യൂണിഫോംലി ബൗണ്ടഡിൻ്റെ കേസ് പറഞ്ഞിരുന്നു. എഫ് ഒരു ലോക്കലി ബൗണ്ടഡ് ആണെങ്കിൽ ഒരു ആറ് എക്സിസ്റ്റ് ചെയ്യും, സ്മോൾ ലെറ്റർ ആറ് എക്സിസ്റ്റ് ചെയ്യും. അതെന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ സുപ്രീമം എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അതൊരു ഡെഫിനിഷൻ. സെക്കൻഡ് ഡെഫിനിഷൻ പറഞ്ഞത് മോഡ് എഫ് ഓഫ് സെഡ് ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഒരു എമ്മിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മളുടെ ഒരു പോയിന്റ് എടുക്കുക, രണ്ട് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിനേക്കാളും ചെറുതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് ലോക്കലി ബൗണ്ടഡിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നോർമൽ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലോക്കലി ബൗണ്ടഡ് ആണ്. നമ്മൾ ആദ്യം എന്ത് സപ്പോസ് ചെയ്യുക? സപ്പോസ് എഫ് ഈസ് നോർമൽ, എഫ് നോർമൽ ആണെന്ന് സപ്പോസ് ചെയ്യാം. ബട്ട് ഫെയിൽസ് ടു ബി ലോക്കലി ബൗണ്ടഡ്. അതായത് നമ്മൾ കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലോക്കലി ബൗണ്ടഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എഫ് ഈസ് നോട്ട് ലോക്കലി ബൗണ്ടഡ്. അപ്പോൾ ലോക്കലി ബൗണ്ടഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ലോക്കലി ബൗണ്ടഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ വെച്ചാൽ എഫ് ഒരു ലോക്കലി ബൗണ്ടഡ് ആണെങ്കിൽ, എഫ് ഈസ് ലോക്കലി ബൗണ്ടഡ്, ദെൻ സുപ്രീമം ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഈസ് ലെസ് ദാൻ ആർ. സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ആറിനേക്കാളും ചെറുതാണെങ്കിൽ എഫ് ഓഫ് സെഡിൻ്റെ സുപ്രീം എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റിനേക്കാളും ചെറുതായിരിക്കും എന്നാണ് ലോക്കലി ബൗണ്ടഡ് ആണെങ്കിൽ. അപ്പോൾ ലോക്കലി ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഈ ലെസ് ദാൻ ഇൻഫിനിറ്റി ആവില്ല, ഇറ്റ്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റിനേക്കാളും ചെറുതായില്ല, ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ലോക്കലി ബൗണ്ടഡ് അല്ല നമ്മൾ സപ്പോസ് ചെയ്തു. കെ എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് സെറ്റ് എടുത്തു. ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എലമെൻറ്റ് ഓഫ് കെയിലുള്ള ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സുപ്രീമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീമത്തിൻ്റെ കളക്ഷൻ അല്ല, കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ്റെ സുപ്രീമം എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം ലോക്കലി ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. ദാറ്റ് ഈസ് ദർ ഇസ് ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. അത് നമ്മൾ നോർമലിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് പറയണം. കാരണം എഫ് നോർമലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. ആ സീക്വൻസിനൊരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ നോർമലിൻ്റെ ഡെഫിനേഷൻ. സോ ദാറ്റ് ഇസ് ദർ ഇസ് എ സീക്വൻസ്. നമ്മൾ സീക്വൻസ് ആയിട്ട് എഫ് എന്നിനെ എടുത്തു. ഇൻ എച്ച് ഓഫ് ജി എന്ന് പറഞ്ഞാൽ അനലറ്റിക് ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ ആൻഡ് സബ് സീക്വൻസ് ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? ഒരു സബ് സീക്വൻസ് ഉണ്ടാവും എഫ് എൻ കെ സച്ച് ദാറ്റ് എഫ് എൻ കെ കൺവേർജസ് ടു എഫ്. അതായത് നമ്മൾ നോർമലിൻ്റെ ഡെഫിനേഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുള്ളൂ. അതായത് നോർമലിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ് സീക്വൻസ് എഫ് എൻ കെ ഉണ്ടാവും. ആ എഫ് എൻ കെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? എഫിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ എഫ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഓഫ് സി ഓഫ് ജി ഒമേഗ ആയിരിക്കും എന്നാണ് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞത്. ഓക്കെ, ബട്ട് ദിസ് ഗീവ്സ് ദാറ്റ് സുപ്രീമം മോഡുലസ് ഓഫ് എഫ് എൻ കെ മൈനസ് എഫ് ഓഫ് സെഡ്. അതായത് എഫ് എൻ കൺവേർജസ് എഫ് എന്ന് പറഞ്ഞ മീനിങ് മോഡുലസ് ഓഫ് എഫ് എൻ കെ മൈനസ് എഫ് എൻ കെ കേട്ടോ ഇസ് ടെൻസ് ടു 0 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എഫ് എൻ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എൻ 1, എഫ് എൻ 2, എഫ് എൻ 3 അങ്ങനെ കുറേ നമുക്ക് സബ് സീക്വൻസ് ഉണ്ട്. ആ സബ് സീക്വൻസിൽ ഓരോ സബ് സീക്വൻസും എഫിനായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് എഫ് എൻ 1 മൈനസ് എഫ് ആൻഡ് എഫ് എൻ 2 മൈനസ് എഫ് അങ്ങനെ എക്സെട്ര എഫ് എൻ കെ
മൈനസ് എഫ്, അത്രയും സബ് സീക്വൻസുകളുണ്ട്. അത്രയും സബ് സീക്വൻസുകൾ എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ സുപ്രീമ എന്താ എങ്ങോട്ടാണ്, സീറോയിലേക്കാവും പോവുക. കാരണം വെച്ചാൽ FN1 പറഞ്ഞാൽ എഫിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ FN മൈനസ് എഫ് എന്ന് പറഞ്ഞത് ഈസ് കൺവേർജസ് ടു 0 ആൻഡ് FN2 മൈനസ് എഫ് ഈസ് കൺവേർജസ് ടു 0, FN3 minus f is converges to 0 and etc. FNK minus f is converges to 0. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സുപ്രീം എന്താണെന്ന് പറയാം നമുക്ക്, അതും 0ലേക്ക് കൺവേർജ് ചെയ്യും as k tends to infinity. k ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സുപ്രീം എങ്ങോട്ടേക്ക് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. നമുക്ക് എന്തറിയാം, ഇഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ നമ്മൾ എടുത്തു ഫോർ സെഡ് ഇൻ കെ. കെയിലുള്ള ഒരു സെഡിന് വെച്ചിട്ട് നമ്മൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്, എം ആണെന്ന് എടുത്തു. ദെൻ എൻ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ സബ് സീക്വൻസ്. NK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ, അതായത് N1 അല്ലെങ്കിൽ N2 അല്ലെങ്കിൽ എക്സെട്ര NK എന്ന് പറഞ്ഞത് ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഓരോ സബ് സീക്വൻസിൻ്റെ സെക്ഷനായിട്ട് നമ്മൾ എടുക്കും. ഈ NK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം മോഡുലസ് ഓഫ് FNK മൈനസ് എഫ് ഓഫ് സെഡ് എലമെൻറ്റ് ഓഫ് K പ്ലസ് M എന്ന് എഴുതാൻ പറ്റും. അതായത് അത് സുപ്രീമത്തിനേക്കാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. ഓക്കെ, സുപ്രീമത്തിനേക്കാളും ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു FN1 of Z minus F of Z such that Z element of K plus M. അതിപ്പോൾ നമ്മൾ പറഞ്ഞു NK is less plus M ആണ് വരികയാണ്. ഓക്കെ, അപ്പോൾ NK ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്നാണ് വരിക. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൺവേർജസ് ടു അപ്പോൾ NK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇസ് N1 N2 N3, അതായത് ഓരോ സബ് സീക്വൻസിന് സെക്ഷൻസ് ആണ്. അതൊരിക്കലും എന്താവില്ല, കോൺസ്റ്റൻറ്റിനേക്കാളും ചെറുതാവില്ല. ഓക്കെ, ചെറുതോ ഈക്വൽ ആവില്ല. ഈക്വലിറ്റിൻ്റെ കണ്ടീഷനാണ് അവിടെ കോൺട്രഡിക്ഷൻ വരുന്നത്. അതൊരിക്കലും എന്ത് വരില്ല, കോൺസ്റ്റൻറ്റ് വരില്ല. ഇസ് ലെസ് ദാനിൻ്റെ കേസ് വരാം, പക്ഷേ NK ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വരില്ല. സോ വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത് നമ്മൾ സപ്പോസ് എഫ് ഈസ് ലോക്കലി ബൗണ്ടഡ് ആണെന്ന് സപ്പോസ് ചെയ്യാം. ആൻഡ് ദി അസ്കോളി അർസില തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, അത് വെച്ചിട്ടാണ് നമ്മൾ നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യണത്. നോർമൽ ആണെങ്കിൽ അസ്കോളി അർസില തിയറം പറഞ്ഞത് നോർമൽ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അതേപോലെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നോർമൽ ആണെന്നാണ് കണ്ടീഷൻ. സോ നോർമൽ ആണെങ്കിൽ അതിൻ്റെ കോമ്പാക്ട് ക്ലോഷർ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം. കെ എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, അതിൽ എന്തായാലും ഒരു ക്ലോഷർ ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ ഇക്യു കണ്ടിന്യൂസ് ആണ്. ഇക്യു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ലെസ് ദാൻ എപ്സിലോൺ ആണ്, ഡെൽറ്റ ആണെങ്കിൽ അവയുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് തമ്മിലുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ലോക്കലി ബൗണ്ടഡ് ബൈ യൂസിങ് ഡെഫിനിഷൻ ദർ ഇസ് എൻ ആർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എം ഗ്രേറ്റർ ദാൻ 0 ഒരു ബോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, അത്രയും നമ്മൾ കണ്ടീഷൻസ് ചെയ്തു. ഈ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇസ് ലെസ് ദാൻ 1/r/2 എടുത്തു. ആൻഡ് എഫ് എലമെൻറ്റ് ഓഫ് എഫ്. ആൻഡ് അത് പറഞ്ഞത് എന്താ വെച്ചാൽ എ എന്ന് പറഞ്ഞ സെൻറ്ററാണ്, സെഡ് എന്ന് പറഞ്ഞ പോയിൻറ്റ്, എയും ആർ റേഡിയസിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്നതാണ്. അതായത് എയും സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, r/2 ചെറുതാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യൂസിങ് കോഷീസ് ഫോർമുല വിത്ത് ഗാമ ഓഫ് ടി ഈക്വൽ ടു എ പ്ലസ് ആർ ഇ റേസ് ടു IT 0-2π 2πൻ്റെ ഇടയിലാണ് ടി വാരി ചെയ്യുന്നത്. കോഷീസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം, ഇതാണ് കോഷീസ് ഫോർമുല യൂസ് ചെയ്തിട്ട്, അതായത് മോഡൽ നമുക്കിപ്പോൾ കാണിക്കേണ്ടത് ഇക്യു കണ്ടിന്യൂസ് ആണ് നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇക്യു കണ്ടിന്യൂസ് ആണെന്നാണ് ഷോ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെഡ് മൈനസ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ എന്ന് പറയുന്നത് എന്താ, ഈസ് ലെസ് ദാൻ r/2 ആണ്. r/2 ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അതെന്തായാലും എന്തായിരിക്കും, ഡെൽറ്റേനേക്കാളും ചെറുതായിരിക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഷീസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഒരു ടേം വേണം, അത് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡിൻ്റെയും എ മൈനസ് സെഡിൻ്റെയും ടേംസിലേക്ക് നമുക്ക് എഴുതാൻ പറ്റണം. ദെൻ കോഷീസ് ഫോർമുല വെച്ചിട്ട് എഴുതിയത് നിങ്ങൾ നോക്കുക കേട്ടോ. ഇതിൽ കോഷീസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ബൈ സെഡ് എഫ് ഓഫ് സെഡ് അല്ല കേട്ടോ, എഫ് ഓഫ് ഡബ്ല്യു ബൈ സെഡ് മൈനസ് ഡബ്ല്യു dw.
ഓക്കെ, ഇതാണ് നമ്മുടെ കോഷീസ് ഫോർമുല വരുന്നത്. ദെൻ അത് സെയിം ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് ആണ് വരുന്നത്. സോ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ്, ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതും ഇതിൻ്റെയും ടേംസിൽ ഒരു ഇക്വേഷനെ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2πa ഇൻ്റഗ്രേഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഡബ്ല്യു മോഡുലസ് ഓഫ് എ, അതായത് മൊത്തത്തിലാണ് മോഡുലസ് വരുന്നത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് ഡബ്ല്യു മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് മോഡുലസ് ഓഫ് ഡബ്ല്യു മൈനസ് എ മോഡുലസ് ഓഫ് ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു എന്ന് വരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേം ആണ്, കാരണം ഡി ഡബ്ല്യു ആണ് വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എന്തില്ല, ഡബ്ല്യുവിൻ്റെ ടേം ഇല്ല. സോ എ മൈനസ് സെഡിന് നമ്മൾ എന്തെടുത്തു, ഔട്ട് സൈഡിൽ എടുത്തു. എ മൈനസ് സെഡിന് നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുത്തു. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ റേഡിയസ്. അപ്പോൾ സെഡും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ എന്താണ്, r/2 ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായാലും നമുക്ക് ആറിനേക്കാളും ചെറുതാണെന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ സെഡിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ സെഡ് കഴിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ സെഡിനെ മേലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡബ്ല്യു മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ലെസ് ദാൻ ആറിനേക്കാളും ചെറുത്. അപ്പോൾ ഈ മോഡുലസ് ഓഫ് ഡബ്ല്യു മൈനസ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ഇതും പോയി ഇതും ക്യാൻസൽ ചെയ്ത് പോയതില്ല, ഇതിനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറാണ്. ദെൻ ഇസ് ഇൻറ്റഗ്രേഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഡബ്ല്യു ഡിവൈഡഡ് മോഡുലസ് ഓഫ് ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ ഇത് എന്തായി, നമ്മളുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ്. അത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രേഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഡബ്ല്യു ഡിവൈഡഡ് ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു എന്നായി. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ടേംസ് ഇവിടെ ഉണ്ട്. ഈ 2πiനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ദെൻ നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് 2πi എഫ് ഓഫ് സെഡ് എന്ന് എഴുതാം. ഓക്കെ, 2πi കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് എഴുതിയത്. ദെൻ മോഡുലസ് ഓഫ് 2π എന്ന് പറഞ്ഞാൽ എന്താ, 2π തന്നെ. മോഡുലസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 1. ദെൻ മോഡ് ഐ 1 ആയി മാറും. എഫ് ഓഫ് സെഡ് ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. സോ മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് ഡിവൈഡഡ് ആർ എം എന്ന് വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു 4 മൾട്ടിപ്ലൈ ചെയ്തു. 4 എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ റിയൽ നമ്പർ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ഇതിൻ്റെ ഈ ഒരു ഇക്വാലിറ്റിക്ക് എന്ത് വരില്ല, ചേഞ്ച് വരില്ല. ഓക്കെ, മോഡുലസ് ഓഫ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4m/r ഡിവൈഡഡ് മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് എന്ന് വരുന്നു. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യുക, അത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞത് ഡെൽറ്റ ഈസ് ലെസ് ദാൻ, ഡെൽറ്റ എന്തിനേക്കാളും ചെറുതാന്ന് എടുക്കുക. ഇവിടെ എ മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ ഈസ് എപ്സിലോൺ, എ മൈനസ് സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നും ഇതെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് നമ്മൾ എന്ത് ചെയ്തു, എപ്സിലോൺ. സോ എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4m/r ആൻഡ് ഡെൽറ്റ ഇങ്ങനെ കിട്ടി. ഓക്കെ, ദെൻ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡെൽറ്റയാണ് കാണേണ്ടത്. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 2 റേഡിയസ് ആണ് കിട്ടിയത്. ഒന്ന് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ്, അതായത് ഇപ്പോൾ നമുക്ക് ഈ മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് ആണ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് വരുന്നത്. ഇതിൻ്റെ കേസിൽ നമുക്ക് 2 കേസ് വന്നു. ഡെൽറ്റയുടെ കേസിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ ഈസ് ലെസ് ദാൻ r/2 ആണ്. ഓക്കെ, സെക്കൻഡ് വന്നപ്പോൾ ഈ ഒരു റിലേഷനാണ്, ഈ ഒരു റിലേഷൻ. ഇതിലിപ്പോൾ ഈ മോഡുലസ് ഓഫ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4m/r മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് എന്ന് വരും. ഇനി ഇത് തിരിച്ചെഴുതുമ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു r epsilon/4m എന്ന് വരും. ഓക്കെ, r epsilon/4m. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എ മൈനസ് സെഡിൻ്റെ 2 കേസ് കിട്ടി, 2 ഇക്വേഷൻസ്, 2 എക്സ്പാൻഷൻ കിട്ടി, 2 ഫോം കിട്ടി. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, മിനിമമാണ് നമ്മൾ എടുക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് മിനിമം ഓഫ് r/2, r/4m എപ്സിലോൺ വരും. ഓക്കെ, മിനിമം ഓഫ് r/2, r/4m എപ്സിലോൺ. അപ്പോൾ നമ്മൾ എത്രയോ ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെടുത്തത്, എ മൈനസ് സെഡ് എടുത്തത്. അപ്പോൾ നമ്മൾ എ മൈനസ് സെഡ് ഇതിൽ ഏത് ചെറിയ ക്വാണ്ടിറ്റി എടുത്താലും നമ്മളുടെ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് സെഡ് എന്തായിരിക്കും, ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, എത്ര ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ എടുത്താലും അതിൻ്റെ എയും സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറുതാവുന്നതിനനുസരിച്ചിട്ട് എഫ് ഓഫ് എയും എഫ് ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും, ചെറുതായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്യു കണ്ടിന്യൂസിൻ്റെ കേസ് കിട്ടി. ഓക്കെ, ഇക്യു കണ്ടിന്യൂസിൻ്റെ കേസ് കിട്ടി. ദെൻ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് നോർമൽ എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ഇതാണ് മോണ്ടല്ലാസ് തിയറം എന്ന് പറഞ്ഞത്.